ഇതിപ്പോൾ ദുർഗിലെ കോൺവെൻറ്റിലെത്തി അവിടുത്തെ പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും ഇപ്പോൾ CPIഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മുൻ എംപിമാരുമായ PK ശ്രീമതി ടീച്ചറും അതുപോലെ CS സുജാത മേഡവും ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ അവർ വളരെയധികം മാനസികമായ വിഷമത്തിലാണ്. അവർക്കൊരു ആത്മവിശ്വാസം പകരുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അവർ സംസാരിച്ചത്? അതുതന്നെയാണ് ഫാദർ ബെന്നി പറയുന്നത്. ഇവിടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികളും അവരുടെ രക്ഷാകർത്താക്കളും അവർക്കിവിടെ നിൽക്കപ്പൊറുതിയില്ല. കാരണം അവിടെ നാരായൺപൂരിൽ ഇവരെങ്ങോട്ട് പോയി, ഇവരെ വീണ്ടും തട്ടിക്കൊണ്ടുപോയോ എന്നുള്ള മട്ടിലുള്ള പ്രചരണം കോലാഹലങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇന്നലെ വൈകുന്നേരം തന്നെ ഈ പെൺകുട്ടികളെയും അവരുടെ രക്ഷാകർത്താക്കളെയും തിരിച്ച് നാരായൺപൂരിലേക്ക് തന്നെ അവരെ വിട്ടു. കാരണം ഇല്ലെങ്കിൽ അവിടെയും പ്രശ്നം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അവർ ഇവിടെ നിൽക്കേണ്ടവരാണ്. കാരണം പ്രശ്നം ഉണ്ടായത് ഇവിടെയാണ്. പക്ഷെ എന്തായാലും അവർ വളരെ സ്റ്റേണാണ്, ബോൾഡാണ് ആ പെൺകുട്ടികൾ. അവർ ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങളെ ഒരു കാരണവശാലും സിസ്റ്റേഴ്സ് നിർബന്ധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്താണ് സിസ്റ്റേഴ്സിൻ്റെ ഒന്നിച്ച് പോയത്. ഇത്രയും പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മറ്റൊന്നും നോക്കാതെ സിസ്റ്റേഴ്സിന് ജയിലിലടക്കപ്പെട്ടവരെ പുറത്ത് വിടേണ്ടതാണ്, മോചിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഒരു അനിശ്ചിത അവസ്ഥയിലാണെന്നാണ്. ഇന്നലെ പാർലമെൻറ്റിനകത്തും നമ്മുടെ പ്രതിപക്ഷത്തുള്ള LDFിൻ്റെയും UDFിൻ്റെയും MPമാർ പോയി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടപ്പോൾ അമിത്ഷാ ഉറപ്പ് കൊടുത്തതാണ്, ഇന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും സിസ്റ്റേഴ്സിനെ, കന്യാസ്ത്രീകളെ, സഹോദരിമാരെ അവരെ ജയിൽ വിമുക്തരാക്കും. മാത്രമല്ല 2-3 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. NIA കോടതിയിലേക്ക് ഈ കേസ് വിട്ടത് തെറ്റായിപ്പോയി. അപ്പോൾ തെറ്റ് സമ്മതിച്ചു. 2, പ്രോസിക്യൂഷൻ ഇനി മുതൽ ഒരു കാരണവശാലും ജാമ്യാപേക്ഷയെ എതിർക്കില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അങ്ങനെയാണ് എന്നെങ്കിൽ ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സുകൊണ്ട്. ഇനി മൂന്നാമത്തേത് പറഞ്ഞു, ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർക്കെതിരെ നിൽക്കില്ല. അവർക്ക് അനുകൂലമാണ് ഞങ്ങൾ, അവരോടൊപ്പമാണ്, കന്യാസ്ത്രീകളോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇത്രയും ഇന്നലെ തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടപടിയെടുക്കേണ്ടുന്നവരാരായാലും, അത് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നായാൽ പോലും, അങ്ങനെ ഒരു തെറ്റ് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ഇപ്പോൾ ജയിലിലടക്കപ്പെട്ട നമ്മുടെ സഹോദരിമാർ, കന്യാസ്ത്രീകൾ മനുഷ്യത്വത്തിനും മാനവ സ്നേഹത്തിനും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അങ്ങനെ അവരുടെ ആ ഔദ്യോഗിക വേഷത്തിൽ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാൻ ഇടയായി. അറസ്റ്റ് ചെയ്തിട്ട് ആദ്യം FIR ഇട്ടത് പിന്നീട് മാറ്റി മനുഷ്യക്കടത്താക്കി. ഇതൊക്കെ ഇന്ത്യയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും എതിരായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അത് തെറ്റാണ് എന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് അധികം വൈകാതെ അവരെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. ഏതായാലും എന്ത് സംഭവിക്കുന്നു നോക്കാം. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നത്, ഫാദർ ബെന്നിയുടെ അടുത്ത് വന്നത് ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹത്തിനെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ചുണ്ടായിരുന്നു മറ്റേ സിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഏതായാലും സിസ്റ്റേഴ്സ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ നമ്മുടെ ജയിലിൽ അടക്കപ്പെട്ട നമ്മുടെ വന്ദന ഫ്രാൻസിസിൻ്റെ സഹോദരൻ ജോസഫ് മാത്യു, അദ്ദേഹം തളിപ്പറമ്പിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഇവിടെ 2 ദിവസമായിട്ടുണ്ട്. അവരെ ജയിൽ മോചിതരായിട്ട് കണ്ടിട്ട് കൂട്ടിക്കൊണ്ടുപോകണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എല്ലാവരും വളരെ വിഷമത്തിലാണ്. കാരണം 6-7 ദിവസമായിട്ട് ഇന്ന് വരെ ഒരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കരും നിസ്വാർത്ഥരുമായ ഈ ത്യാഗിവര്യരെ ഈ രൂപത്തിൽ ജയിലിലടച്ച് വളരെ പീഡിപ്പിക്കുക എന്നത് ഒരു തരത്തിലും ഒരു സർക്കാരിനും ഭൂഷണമല്ല. എത്രയും പെട്ടെന്ന് അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ടീച്ചർ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ജയിലിൽ കിടക്കുന്ന സിസ്റ്റർമാരെ ഇന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കാരണം 11:30 കാണാനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ജയിലിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫാദർ ബെന്നിയുടെ ഡി വിൻസെൻ്റ് പോൾ ചർച്ചും സ്കൂളും എല്ലാം ഉള്ളത്. ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് ഇവരെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുകയുണ്ടായി.
കാരണം ഒരുപാട് മനുഷ്യരെ നേർവഴിയിലൂടെ നയിക്കുന്ന, അവരെ സഹായിക്കുന്ന കന്യാസ്ത്രീമാരെയാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെയാണ് ഇപ്പോൾ രണ്ടുപേരെ ജയിലിൽ. ഈ വൈദികരും ഇവർക്ക് എന്താണ് പറയുന്നത് ശരിക്കും? അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇവിടെ പ്രവർത്തിക്കാൻ വരുന്ന ഒരു പഴയ കാലം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എത്ര പിന്നോക്കാവസ്ഥയിൽ നിന്ന ഒരു പ്രദേശത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി, സഹായം കൊടുത്ത്, മക്കൾക്ക് അക്ഷരം പഠിപ്പിച്ച്, അങ്ങനെ ഒരു സമൂഹത്തിന് ഏറ്റവും നല്ല സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഫാദർ ബെന്നി എന്ന് പറയാം, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച് പുറത്തു പോയി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ആരെങ്കിലും ഞങ്ങൾ മതം പാറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല. എല്ലാ മതത്തെയും സ്നേഹത്തോടെ കാണുന്ന ഞങ്ങൾ, നല്ല ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ. ഈ രണ്ട് സിസ്റ്റർമാരും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്, ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കറിയാം, ഇപ്പോൾ ആലപ്പുഴയിലാണ്, ചേർത്തലയിലാണ് ഇവരുടെ ഈ ആസ്ഥാനം തന്നെ. അപ്പോൾ ഇവരെക്കുറിച്ചൊക്കെ എത്രയോ നന്നായി ഈ സഭയെ സംബന്ധിച്ചോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാവുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇവരെ അകാരണമായി ജയിലിട്ടേക്കുന്നു. ആഭ്യന്തര മന്ത്രിക്ക് തന്നെ ഇന്നലെ അത് സമ്മതിക്കേണ്ടി വന്നു. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന അഭിപ്രായം, അതായത് ഇത് തികച്ചും അന്യായവും അനീതിയും ഭരണഘടനാ വിരുദ്ധവുമാണ്. ഒരു പൗരന് ഭരണഘടന നൽകുന്ന എല്ലാ ഉറപ്പും ഈ രാജ്യത്ത് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ശരിക്കും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന രണ്ട് കന്യാസ്ത്രീമാരെ. കാരണം അവർ അത്ര സ്നേഹവും വാത്സല്യവും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നവരെയാണ് ഈ ജയിലിനകത്ത് ഇട്ടിരിക്കുന്നത്. അവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റാണ് ശ്രീമതി ടീച്ചർ, ഞാൻ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞങ്ങളുടെ സംഘടന ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം അവരെ പുറത്തു കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഭരണകൂടമാക്കാൻ, അതായത് ജാർഖണ്ഡിൽ നമുക്കൊക്കെ അറിയാം, ആദരണീയനും സമാദരണീയനായ ഇതുപോലെ പാവപ്പെട്ട നിരാലംബരായ മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സ്റ്റാൻസ്വാമി ജയിലിലടക്കപ്പെട്ട്, അകാരണമായി ജയിലിലടക്കപ്പെട്ട് പുറത്ത് വരാൻ പറ്റാതെ അവിടെ നിന്ന് മരിച്ചുപോയ ആ സ്റ്റാൻസ്വാമിയുടെ അനുഭവം ഇനി നമ്മുടെ രാജ്യത്ത് ഒരാൾക്കും ഉണ്ടാവരുത്. തീർച്ചയായും അത് തന്നെ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ കൂടിയാണ് ഇവർ എത്തിയിട്ടുള്ളത്. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീ സമൂഹമുള്ളത്. ക്യാമറമാൻ കിരൺ രാജിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.